തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം, ഏതാണ്ട് 6 ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇഞ്ചോടിഞ്ച് ഏറ്റുമുട്ടുകയാണ് അമ്പലപ്പുഴ അടക്കം. പ്രത്യേകിച്ചും ആലപ്പുഴയിൽ നമുക്കറിയാം വലിയ പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ വെല്ലുവിളി ഉയർത്തുന്നു. ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് വർത്തമാനം നമുക്ക് നോക്കാം. ആലപ്പുഴ ബീച്ചിൽ ടി ജി സജിത്തും വി അരുണും ചേരുന്നുണ്ട്. സജിത്ത്, അരുണ്, നമുക്കറിയാം സുധാകരന് ഇന്നലെ മറുപടി നൽകിയിരുന്നു മുഖ്യമന്ത്രി. അതിന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണവും വന്നു. സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ടതുണ്ട്. ഒപ്പം നിരവധി കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്ന ഒരുപാട് മണ്ഡലങ്ങൾ ഇത്തവണ ആലപ്പുഴയിലുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ അവിടുത്തെ ബീച്ച്, രാവിലെ ബീച്ചിലൊക്കെ നടക്കാൻ വരുന്ന ഒരുപാട് ആളുകൾ കാണും, അവർക്ക് പറയാനുള്ളത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഞാൻ വരുണം ഇങ്ങനെ കുറച്ച് ദിവസമായി സംസ്ഥാനത്തിന്റെ പൊതുരാഷ്ട്രീയത്തിനൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നലെ പത്തനംതിട്ട ജില്ലയിലെ ചില മണ്ഡലങ്ങളിലായിരുന്നു. ഇന്ന് ആലപ്പുഴയുടെ പൊതുരാഷ്ട്രീയമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും സുപ്രധാനമായ ഇടം അമ്പലപ്പുഴ തന്നെയാണ്. അമ്പലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് ആര് ജയിച്ചാലും ആര് തോറ്റാലും ആര് സംസ്ഥാന ഭരണം പിടിച്ചാലും അത് പ്രത്യേകം വേറിട്ട് നിൽക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴ രാഷ്ട്രീയം നമുക്ക് പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് അമ്പലപ്പുഴയിലെ വോട്ടർമാരുമായും ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരുമായും കൂടി ഞങ്ങൾ സംവദിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അരുണ, ബീച്ചിന്റെ രാഷ്ട്രീയം നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കണമെന്തെങ്കിലും? ആലപ്പുഴ ശ്വാസത്തിൽ പോലും രാഷ്ട്രീയമുള്ള സ്ഥലമാണ്. അത് ആ രീതിയിൽ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന, അത് ഇടത് രാഷ്ട്രീയമായാലും അതുപോലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയവും ഇപ്പോൾ BJPയും ആലപ്പുഴ രാഷ്ട്രീയത്തിലേക്ക് ശക്തമായി തന്നെ വരികയാണ്. പലയിടത്തും ഒരുപക്ഷെ നേരത്തെയൊക്കെ CPMന്റെയും കോൺഗ്രസിന്റെയൊക്കെ സ്ട്രോങ് ഹോൾഡ് എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിൽ പോലും BJP വളർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ രാഷ്ട്രീയം എല്ലാവരും സംസാരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ രീതിയിലുള്ള രാഷ്ട്രീയ പോരിവിടെയുണ്ട്. ഈ നമ്മൾ നിൽക്കുന്ന ബീച്ച് ഭാഗം ഇത് അമ്പലപ്പുഴ മണ്ഡലമാണ്. ഇതിന്റെ തൊട്ടപ്പുറത്തെ ഈ റോഡ് റോഡിൽ നിന്ന് ക്രോസ് ചെയ്തതിനപ്പുറത്തേക്ക് ആലപ്പുഴ മണ്ഡലവും വരും. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, ഏറ്റവും ശക്തമായ രണ്ട് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾക്ക് നമ്മൾ നിൽക്കുന്നത്. ഇത് കൃത്യമായി അമ്പലപ്പുഴ മണ്ഡലമാണ്. അമ്പലപ്പുഴ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. അതെ, ഇതാണ് സാഹചര്യം. എന്തായാലും ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ ആംബിയൻസ് കൂടി ഒന്ന് കാണിക്കാം. ആലപ്പുഴ ഇവിടെ ബീച്ചില് രാവിലെ ക്രിക്കറ്റ് കളിയൊക്കെയായിട്ട് ആളുകൾ ഇങ്ങനെ സജീവമായിട്ടുണ്ട്. ഒപ്പം പ്രഭാത സവാരിക്കാരുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം ഒരു പുണ്യ ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബീച്ചിലൊന്നും പതിവ് പോലെയുള്ള ഒരു തിരക്കില്ല. എങ്കിലും ബീച്ചിലും രാഷ്ട്രീയമുണ്ട്. ഇവിടെ വന്നു പോകുന്നവർക്കിടയിലും ഞങ്ങൾക്ക് സംസാരിച്ച ചിലരെങ്കിലുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന അടിമുടി രാഷ്ട്രീയം എന്നതാണ് അമ്പലപ്പുഴയുടെ ആലപ്പുഴയുടെ സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നത്. ചില ആളെങ്കിലൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ചിലരുടെയെങ്കിലും അഭിപ്രായം ചോദിച്ചു പോവാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പേര്? എന്റെ പേര് അഷ്റഫ്. എന്താണ്, ഞങ്ങള് ഈ തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുമ്പോൾ അമ്പലപ്പുഴ എന്ത് ഇത്തവണ ചിന്തിക്കും, ഏത് രീതിയിൽ ചിന്തിക്കുമെന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയം ഞങ്ങൾ പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും 10 വർഷത്തെ സഖാവ് പിണറായി വിജയന്റെ ഭരണത്തെക്കുറിച്ച് ജനങ്ങളെല്ലാം സംതൃപ്തരാണ്. തീർച്ചയായിട്ടും സംതൃപ്തരാണ്. CPM ആണ്. ഓഫ്കോഴ്സ്, തീർച്ചയായിട്ടും. ഞാൻ ബാല്യകാലം മുതൽ SFI, സ്കൂൾ തലം മുതൽ SFI ആയിട്ട് പ്രവർത്തിച്ച് ഇതിലും കട്ട CPM ആണ് ജി സുധാകരൻ. ആയിരുന്നു സുധാകരൻ. അദ്ദേഹമാണ് ഇപ്പം കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. ഓക്കെ, സുധാകരൻ സാറിനോട് ബഹുമാനമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം വളരെ വളരെ ജനങ്ങളുടെ ഇടയിൽ മാനസികമായിട്ട് വളരെ വളരെ പിന്നോക്കത്തിലാണ്. പാർട്ടി അനുഭാവി എന്ന രീതിയിലാണോ സുധാകരന്റെ തീരുമാനം? തീർച്ചയായിട്ടും അല്ല. കാരണം സുധാകരൻ സാറിനെ കുറിച്ച് വ്യക്തിപരമായി നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ തീരുമാനം വളരെ വളരെ മോശമാണ്. ജനങ്ങൾ അത് തീർച്ചയായിട്ടും ഈ 9-ാം തീയതി വിലയിരുത്തും. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിക്കകത്ത് ഒത്തിരി പേര് സുധാകരനെ അനുകൂലിക്കുന്നവരില്ലേ? സുധാകരൻ സാറിന് നീതി കിട്ടിയില്ല എന്ന് ചിന്തിക്കുന്നവരുള്ളൂ. എന്ത് നീതി കിട്ടിയില്ല? അദ്ദേഹം എത്ര പ്രാവശ്യം ഇവിടെ MLA ആയിരുന്നു, അദ്ദേഹം എത്ര പ്രാവശ്യം മിനിസ്റ്ററായിരുന്നു. തീർച്ചയായിട്ടും പിണറായി മന്ത്രിസഭ ഇവിടെ 3-ാം പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നല്ലൊരു പൊസിഷൻ അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു. തീർച്ചയായിട്ടും കൊടുക്കുമായിരുന്നു. കോൺഗ്രസുകാർക്കും BJPക്കാർക്കും രാഷ്ട്രീയമില്ല, അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയമില്ലാത്ത ആളുകൾക്കും ഒക്കെ വലിയ താല്പര്യമുള്ള ആളല്ലേ ജി സുധാകരൻ. അപ്പൊ സ്വാഭാവികമായിരുന്നു. ഇപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ കാലം അദ്ദേഹത്തെ CPM ഒതുക്കിയെന്ന വികാരമുള്ള ഒരുപാട് ആളുകൾ ഒരിക്കലും പാർട്ടി അദ്ദേഹത്തെ ഇപ്പോഴും തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. ഒരിക്കലും തള്ളി പറയില്ലല്ലോ. അദ്ദേഹത്തിന്റെ തീരുമാനമാണ് പ്രശ്നം. പറഞ്ഞോളൂ. എന്തായാലും താങ്കളുടെ ആ നിലപാട് ഇവിടെ ഈ പ്രദേശത്തോട്ടുള്ള മറ്റു ആൾക്കാരൊക്കെ അന്വേഷിച്ച് നോക്കൂ. എന്റെ അഭിപ്രായം തന്നെ ആയിരിക്കും 90%. ആലപ്പുഴയിൽ സഖാവ് ചിത്തരഞ്ജൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിങ്ങൾ ഇപ്പം അങ്ങോട്ട് ചെന്ന് നോക്കിയാൽ അറിയാം. അദ്ദേഹം രാവിലെ 7 മണിക്ക് നടന്നിട്ട് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു 9 മണിവരെ ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ അദ്ദേഹം ഇരിക്കും എല്ലാ ദിവസവും. ഓക്കെ, അതുപോലെ തന്നെ H സലാം, നിങ്ങളെ വണ്ടാനത്തേക്ക് പോകും. അപ്പൊ H സലാമും സുധാകരൻ ജയിക്കുമെന്നാണ് ചേട്ടൻ പറയുന്നത്. സോറി, H സലാമും ചിത്രയിൽ ആലപ്പുഴയിൽ തീർച്ചയായിട്ടും H സലാം. ആലപ്പുഴയിൽ
സഖാവ് ചിത്തൻ 100%. നമുക്ക് ഈ ഇതിനപ്പുറം ഒരു മറുപടി പ്രതീക്ഷ ഇവിടുന്ന് വേണ്ട. രണ്ടാമത് ഇത് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യണം, ഞാൻ പറഞ്ഞത്. ഇതിനപ്പുറം ഒരു വിശകലനം അദ്ദേഹത്തിന് കിട്ടാൻ ഒരു സാധ്യത ഇവിടെ. കട്ട CPM ആണ്. നമുക്ക് ഇവിടെ കളി കാണാനിരിക്കുന്ന ചിലരോടെങ്കിലും ചോദിക്കാം. നിങ്ങളൊക്കെ ഞങ്ങൾ ആലപ്പുഴ രാഷ്ട്രീയം ചോദിക്കാം. എന്താ തെരഞ്ഞെടുപ്പൊക്കെ വന്നല്ലോ, അതെ ഇപ്പം തീരുമാനമൊക്കെ എടുത്തോ ആർക്കാ വോട്ട് ചെയ്യുന്നത്? രാഷ്ട്രീയമില്ല, പക്ഷേ ജി സുധാകരൻ പുള്ളി എന്തുകൊണ്ടാണ് അത്? പുള്ളി ഒരു ജനകീയനായിട്ടുള്ള നേതാവാണ്. അതുപോലെ തന്നെ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരൻ ഒട്ടേറെ കാര്യങ്ങൾ പുന്നപ്പുറയ്ക്ക് വേണ്ടിയും അമ്പലപ്പുഴയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കരതീർന്ന രാഷ്ട്രീയക്കാരെന്ന് പറയാം, ഒരു അഴിമതിയില്ല. അങ്ങനെ 5 തവണ MLA ആയി, മന്ത്രിയായി, 2 തവണ മന്ത്രിയായി, ഇത്രയും വർഷം ആയി, ഇത്രയും പ്രായം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പുതിയ ആളുകൾക്ക് മാറി കൊടുക്കണ്ടേ? ഇല്ല, നമുക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വരുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത്. പുള്ളിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സുധാകരൻ തന്നെ ജയിക്കാൻ സാധ്യത? അതെ അതെ, തീർച്ചയായും. രാഷ്ട്രീയമില്ലെന്ന് പറയുന്ന ഒരാളുടെ ഒരു പ്രതികരണമാണ്. സ്വാഭാവികം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഒക്കെ ഇവിടെ ഉണ്ടാകും. ജി സുധാകരൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്. തീരുമാനം എടുത്ത് വോട്ട് ചെയ്യുന്നില്ലേ? ഇത്തവണ വോട്ട് ചെയ്യുന്നില്ലേ? അമ്പലപ്പുഴ നല്ല പോരാണോ? എന്താണ് നിങ്ങള് പൊളിറ്റിക്കൽ വ്യൂവിലാണോ വോട്ട് ചെയ്യുന്നത്, അതോ സ്ഥാനാർത്ഥികളുടെ ആരാണ്? എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ്. എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ്. ജി സുധാകരൻ പാർട്ടി മാറിയാണ് ഇപ്പോൾ കോൺഗ്രസിനൊപ്പം മത്സരിക്കുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? സാർ മാറിയെങ്കിൽ നല്ലതായിരിക്കും. സാർ മാറിയെങ്കിൽ ശരിയായിരിക്കും. ഈ സാറിന് തന്നെ ജയിക്കും. അത്ര വിശ്വാസമാണ് ജി സുധാകരൻ. ആണ് വിശ്വാസമാണ്. അങ്ങനെ എന്തായാലും അവരുടെ സമ്മിശ്രമായ നിലപാട്. അല്ല ചേട്ടാ, തീരുമാനിച്ചോ? വോട്ട് ചെയ്യാൻ തീരുമാനിച്ചോ? എന്തായാലും അരുണ, ഒരു കാര്യം ഉറപ്പിക്കാം, അമ്പലപ്പുഴയുടെ ഒരു രാഷ്ട്രീയ പോര്, കൃത്യമായ രാഷ്ട്രീയമൊന്നും പറയാൻ സാധ്യതയില്ലാത്ത യുവതലമുറയ്ക്കിടയിലും അത് വളരെ സജീവമായിട്ടുണ്ട്. രഞ്ജിത്ത്, ഒരു കാര്യം ഉറപ്പാണ്, ആലപ്പുഴ പറയാൻ പോകുന്ന രാഷ്ട്രീയം ഇത്തവണ അതിസുപ്രധാനമാണ്. എന്തുകൊണ്ടെന്നാൽ അതൊരുപക്ഷെ അമ്പലപ്പുഴയുടെ മാത്രം രാഷ്ട്രീയമല്ല. നമുക്കറിയാം, ആലപ്പുഴ എപ്പോഴും ഒരു ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലമാണ്. കണക്കെടുപ്പിൽ എപ്പോഴും ഇടതുപക്ഷം കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന ഇടമാണ്. അവിടെ ഇത്തവണ മാറി പറയുന്ന രാഷ്ട്രീയമുണ്ടോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും നമുക്ക് അത്തരം ചില കാര്യങ്ങൾ കൂടി പ്രതീക്ഷിക്കണം, അല്ലേ അരുണ്? അങ്ങനെ ഒരു സാഹചര്യം ഇല്ലേ? സാർ, തീർച്ചയായിട്ടും ഈ ജി സുധാകരനെ പറ്റി യുവതലമുറ രാഷ്ട്രീയമില്ലെന്ന് ഒരുപക്ഷെ അവർ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആയിരിക്കാം, എങ്കിൽ പോലും രാഷ്ട്രീയമില്ലെന്ന് പറയുന്ന ആളുകൾ പോലും ജി സുധാകരൻ എന്ന വ്യക്തിയെ വലിയ രീതിയിൽ കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നേതാവായി, അഴിമതിയില്ലാത്ത നേതാവായി അദ്ദേഹം മാറിയെങ്കിൽ അത് ശരിയുടെ പക്ഷത്തേക്ക് മാറുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് തീർച്ചയായിട്ടും CPM-ന് തലവേദന ഉണ്ടാക്കുന്ന, തിരിച്ചടിയുണ്ടാക്കുന്ന ഒരു വികാരം തന്നെയാണ്. അതെ, എനിക്ക് തോന്നുന്നു സുധാകരനെ കുറിച്ച് നെഗറ്റീവ് പറയാനില്ല എന്നൊരു വലിയ പ്രശ്നം. അഴിമതിയില്ല, അദ്ദേഹത്തിന്റെ കാലത്ത് കൃത്യമായ വികസനം വന്നു. അങ്ങനെയുള്ള ഒരു ചിന്തയുള്ള ആളുകൾ സ്വാഭാവികമായും അത് CPM-ന് വലിയ വെല്ലുവിളി ഉണ്ടാക്കും. കാരണം BJPയുടെ വോട്ടും ഒക്കെ സുധാകരന് കിട്ടുമെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുമ്പോൾ സ്വാഭാവികമായും അത്തരമൊരു സാഹചര്യം കൂടി ചർച്ച ചെയ്യപ്പെട്ട് പോകേണ്ടതാണ്. എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? എങ്ങനെയുണ്ട്? വോട്ട് ചെയ്യണ്ടേ? ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല ഇത് അമ്പലപ്പുഴയാണോ? ആലപ്പുഴ നല്ല അതെ അതെ, 3 സ്ഥാനാർത്ഥികളും നല്ല രീതിയിലാണ് അവരുടെ പ്രകടനം. നല്ലൊരു പോരാട്ടമാണ്. ഈ സ്ഥാനാർത്ഥിയാണോ നോക്കുന്നത്? സംസ്ഥാനത്തിന്റെ പൊതുരാഷ്ട്രീയമൊക്കെ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ പരിഗണിക്കും? തീർച്ചയായിട്ടും നമ്മൾ നോക്കുമല്ലോ, അതിന്റെ ഒരു ഭാഗമായിട്ടാണല്ലോ നമ്മളിവിടെ വോട്ട് ചെയ്യുന്നത്. നല്ല പോരാട്ടം. നല്ല ജി സുധാകരൻ CPM-ന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹം പാർട്ടി മാറി കോൺഗ്രസിൽ വരും. അതിനെങ്ങനെയാണ് പൊതുവിൽ നിങ്ങളെപ്പോലുള്ള ആളുകളാണ്? പുള്ളി ഒരു എനിക്കത് അതിനെപ്പറ്റി പറയുന്നില്ല. വേണ്ട. ഓക്കെ, എന്തായാലും അമ്പലപ്പുഴയുടെ പൊളിറ്റിക്കൽ ഫൈറ്റ് അത് എത്ര കണ്ട് വലിയ തീവ്രമാണെന്ന് തെളിയിക്കപ്പെടുന്ന കാര്യമാണ്. എന്തായാലും അമ്പലപ്പുഴയുടെ കണക്കെടുപ്പിൽ അല്ലെങ്കിൽ ആലപ്പുഴയുടെ കണക്കെടുപ്പിൽ ആരെ എന്ന ചോദ്യമാണ്. വോട്ട് ചെയ്യണ്ട ഇത്തവണ? തീർച്ചയായിട്ടും ആണ്. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അമ്പലപ്പുഴയാണോ ആലപ്പുഴയാണോ? ആലപ്പുഴ ഉണ്ടല്ലോ. എങ്ങനെയുണ്ട്? അവിടുത്തെ ഒരു യുവ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്നത്. CPM-ന്റെ സിറ്റിംഗ് MLA ആണ്. സിറ്റിംഗ് MLA-യുടെ പ്രവർത്തനം വളരെ ഭംഗിയായിരുന്നു. 5 വർഷം നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നല്ല വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ അമ്പലപ്പുഴ പക്ഷേ കോൺഗ്രസിൽ മത്സരിക്കുന്നത് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവ്. ആര് ജയിച്ചാലും ഒരു 1000 വോട്ട് ജയിക്കും. അതേ മത്സരമുണ്ട്. അത്രയും അടുത്ത മത്സരമാണ്. ഈ ജി സുധാകരന്റെ അടുത്ത ആളുകൾക്ക് ഈ പാർട്ടിക്ക് അപ്പുറത്തേക്കുള്ള ഒരു സ്നേഹവും ബന്ധമൊക്കെ ഉണ്ടോ? ഉണ്ട്. പുള്ളി പഴയ ആളല്ലേ, അപ്പോൾ അവിടുത്തെ പഴയ ലോക്കൽ ആളാണ്. അതുപോലെ തന്നെ എതിർ സ്ഥാനാർത്ഥിയും യുവജനങ്ങളുടെ ഇടയിൽ വളരെ കോളേജിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് സുധാകരൻ അനുകൂലമായി പോയേക്കാം. ഒന്നും പറയാൻ ഒരു 1000 വോട്ടാണ്. അതായിരുന്നു
പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. BJP-യുടെ ഒരു എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനമൊക്കെ പ്രവർത്തനം ഫാക്ടർ ആവോ BJP ഇവിടെ ഒരു അവരവരുടേതായ വോട്ട് കളക്ട് ചെയ്യും, അതേ ഉള്ളൂ. കളക്ട് ചെയ്യും? കളക്ട് ചെയ്യും. താങ്ക് യു. യെസ്, എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം നമുക്ക്. ആലപ്പുഴ ജില്ല ഇത്തവണ പറയാൻ പോകുന്ന രാഷ്ട്രീയം അത് ഈ സംസ്ഥാന ഭരണം നിശ്ചയിക്കുന്നതിൽ നിർണായകമാവുമെന്ന് ഉറപ്പാണ്. കാരണം പലപ്പോഴും സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥകളിലും ആലപ്പുഴ ഇടതുപക്ഷത്തേക്ക് തന്നെ നിന്ന അനുഭവമുണ്ട്. ഇത്തവണ അതിന് മാറ്റമുണ്ടാകുമോ? G. സുധാകരന് എന്ത് സംഭവിക്കും? ഇങ്ങനെ നിരവധി കൌതുകമുയർത്തുന്ന, ആകാംക്ഷയുയർത്തുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തരാൻ പോകുന്നത്. അതുതന്നെയാണ് ഈ ആലപ്പുഴയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രഞ്ജിത്തെ, നമുക്ക് ഇന്ന് കൂടുതൽ വോട്ടർമാരെ നമുക്കിത് കാണണം. കൂടുതൽ പ്രതീക്ഷകൾ ആളുകളിൽ നിന്ന് അറിയണം. ഹരിപ്പാടടക്കമുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങൾ പോകുന്നുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങൾ നേരിട്ട് നമുക്കറിയാം. ആലപ്പുഴ എന്ത് പറയും? തീർച്ചയായും ആലപ്പുഴയിൽ വലിയ പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് അത്. അവിടെയാണ് ഇന്ന് അരുണും ഒപ്പം TG സജിത്തും ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.